സിനിമ വെച്ച് നോക്കും, മലർവാടി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് വലിയൊരു ക്യാൻവാസിൽ ചെയ്യാൻ പറ്റി അനിയൻ എന്നുള്ളത്. അപ്പൊ കുറച്ചൊരു വിലയൊക്കെ ഉണ്ടാവും, ആ ഒരു വെയിറ്റ് ഒക്കെ ഇട്ടിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഫീൽ ഉണ്ടോ, അങ്ങനെ ഞാൻ ഏതാണ്ടൊക്കെ ചെയ്തു എന്നുള്ളൊരു ഫീലില്? അങ്ങനെ ഒന്നുമില്ല. ഇപ്പോഴും അവിടെ തേങ്ങ ഇടാൻ വരുന്ന ആള് വരെ എന്നെ വന്നിട്ട് ഉപദേശിച്ച് മോനെ ഇങ്ങനെ നടന്നാൽ മതിയോ ഒരു കാരണം വീട്ടിൽ ഇപ്പോഴും, കാരണം അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഭർത്താവ് ശ്രീനിവാസൻ, മൂത്ത മോൻ വിനീത് ശ്രീനിവാസൻ. അപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമുക്ക് അവിടെ ഇത്. അപ്പൊ അത് ഇളയാളാകുമ്പോ നമ്മളോട് കുറച്ചുകൂടെ സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും നമ്മളോട് പറയാം എന്തെങ്കിലുമൊക്കെ ചെയ്ത്. ഒരു 2 ദിവസം വീട്ടിലിരുന്നാൽ പോലും ഒരു പരിപാടി ഇല്ലല്ലേ, എന്താ ഇങ്ങനെ ചെയ്യുന്ന, അവനെ അച്ഛനെ കണ്ടുപിടിക്കും, ചേട്ടനെ കണ്ടുപിടിക്കുന്ന, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ഒരു മാറ്റമില്ല. ഈ ചെറുപ്പത്തിലെ എല്ലാവരും തഗ് പരസ്പരം പറയാറുണ്ട്, ഇപ്പൊ അച്ഛനെ കുറിച്ചും മകനാണെങ്കിലും, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒക്കെ പറയാണ്. പക്ഷെ വിനീത് കുറച്ചുകൂടെ ഈ തഗ് പറയുന്നത് കുറവാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് ഒരു വാത്സല്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാ വിനീതിന്റെ ഒരു പെരുമാറ്റം? പുള്ളി അന്ന് ഇന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു, ഒരു മാറ്റമൊന്നുമില്ല. ഈ ചേട്ടനെന്ന് പറയുന്ന അധികാരമൊന്നും എടുക്കില്ല, അധികാരമൊന്നും പുള്ളി അങ്ങനെ. പുള്ളി ഉപദേശിക്കും എന്ന് വെച്ചാൽ നന്നാവാൻ വേണ്ടി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹക്കൂടുതലും ഓവർ സ്നേഹമൊക്കെയാ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അധികാരം എടുക്കുക, അത് ഇത് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അങ്ങനെ ആരും നമ്മളെ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് കൊടുക്കണം, അവനവന്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ, അതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഈ റോളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ വിനീത് അഭിപ്രായം പറയുമോ? ഒന്നും പറയില്ല, നമ്മുടെ ഇഷ്ടം. അത് ഭയങ്കര ഒരു ഗുണമാണല്ലേ. പിന്നെ ഈ പഠിത്തമൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ആയിരുന്നു അവരുടെയൊക്കെ ഒരു സമയം? ഉപദേശിക്കും, അപ്പൊ നമ്മൾ അത് കേൾക്കൂല, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഈ കേക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണോ ശരിക്കും അവര് അത്ര ഇതായിട്ട് പറയാത്തത്? അല്ല, അതുകൊണ്ടല്ല. ആ സമയത്ത് നമ്മൾ ഞാൻ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു എഞ്ചിനീയറിംഗ്. അപ്പം ആ സമയത്ത് നമ്മൾ നന്നാവാൻ വേണ്ടി അവർ കുറേ കാര്യങ്ങൾ പറയും. നമുക്ക് ആ സമയത്ത് ഇതൊന്നും പഠിക്കാൻ ഒരു വകുപ്പില്ല എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല, പഠിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ നമ്മളെ സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ ശരിയാണ്, പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അവര് നമ്മളോട് ഇനിയും പഠിക്കുന്നത് അത് ആരാണെങ്കിലും അങ്ങനെയല്ലേ പറയുള്ളൂ, ശ്രമിക്കുന്നു. നമ്മൾ ശ്രമിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി നമ്മൾ വിട്ടു. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ അതായിരുന്നു ശരിക്കുള്ള പാഷൻ എന്ന് മനസ്സിലായോ? അത് മനസ്സിലാക്കിയിട്ടാണോ? അല്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്നുമില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മാമൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മാവൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, നീ. അപ്പം ഞാൻ അതിനിടയിൽ ഒരു ഫിലിം കോഴ്സ്, ഒരു വിസ്കോം പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആ സമയത്ത് വെറുതെ പോയേക്കാം എന്നുള്ള രീതിയിൽ ഒരു വിസ്കോം കോഴ്സ് ചെയ്തു. അപ്പോഴും സിനിമ പാഷനായിട്ടൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ട്. അതിനുശേഷം ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ എന്തിനാ ചെയ്തതെന്ന് എനിക്കൊരു പിടിയില്ല, ചേട്ടനായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതിൽ ആരും കാശ് കൊടുക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ അതിനകത്ത് അഭിനയിച്ചു. അത് കണ്ടിട്ടാണ് എന്നെ തിരയിൽ വിളിക്കുന്നത്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര ആക്സിഡന്റൽ ആയിട്ട് സംഭവിച്ചതാണ്.